വെൽക്കം ടു മൈ പൊന്നൂസ് ലൈഫ്. ഞങ്ങളിന്ന് നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്ത് പോവാണ് കേട്ടോ. കുവൈറ്റ് ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മളതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളിന്ന് എന്തായാലും പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നത്? പറയൂ എവിടെയാണ് പോകുന്നത്? ഓക്കെ. അപ്പം ഞങ്ങൾ ഓരോരുത്തരായി ഒരുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെ പോകണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ബസ്സിന് പോകണോ അതോ ടാക്സിക്ക് പോകണോ? അങ്ങനെ ഞങ്ങൾ ബസ്സിന് പോകാൻ തീരുമാനിച്ചു കേട്ടോ. ടാക്സി ആകുമ്പോൾ 2 ടാക്സി വിളിക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ ബസ്സിന് പോകാൻ തീരുമാനിച്ചു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ സ്ഥലത്തോട്ട് ഓരോ ബസ് നമ്പറാണുള്ളത്. ആ നമ്പർ നോക്കിയാണ് നമ്മൾ കയറേണ്ടത്. ഇപ്പം അങ്ങോട്ട് പോവാണ്. ഇവിടുന്ന് ബസ് കയറി വേണം പോവാൻ. ഇവിടെ ഓരോ സ്ഥലത്തോട്ട് ഓരോ നമ്പർ ബസ്സാണ്. അപ്പം നമ്മൾ പോകുന്ന ബസ് നമ്പർ എത്ര? A2. അപ്പോൾ നമ്മുടെ ബസ് നമ്പർ A2 ആണ്. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. ഇവിടെ ബസ് സ്റ്റോപ്പ് ഇച്ചിരി കണ്ടുപിടിക്കാൻ, കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ റോഡും ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടാണ് ബസ് സ്റ്റോപ്പ്. നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ, ചിലപ്പം പിന്നീട് പഠിക്കുമായിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടി, ഇരിക്കാൻ സീറ്റും കിട്ടി. നമ്മുടെ ഇവിടുത്തെ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടക്ടർ ഇല്ല, ഡ്രൈവറാണ് ടിക്കറ്റ് എടുക്കുന്നത്. ആ ഇരിക്കുന്ന മെഷീൻ ടിക്കറ്റിൻ്റെ മെഷീനാണ്. നമ്മൾ വന്ന് കയറുമ്പോഴേ ഏത് സ്ഥലത്തായിട്ടാന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരൻ തന്നെയാണ്, ഡ്രൈവർ തന്നെയാണ് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത്. അപ്പം ഇവിടെ കണ്ടക്ടർക്ക് വേക്കൻസി ഇല്ല കേട്ടോ നമ്മുടെ കുവൈറ്റിൽ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നമ്മുടെ സ്ഥലത്തു നിന്നൊരു 15 മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നുള്ളൂ ബസ്സിന്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുറത്ത്, അതായത് റോഡ് ക്രോസ് ചെയ്ത് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഈ ബ്രിഡ്ജ് വഴിയേ പോകാൻ പാടുള്ളൂ. നമ്മുടെ കുവൈറ്റിൽ അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പം അത് നോക്കാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ, നിയമം നോക്കാതെ നമ്മൾ റോഡ് ക്രോസ് ചെയ്താൽ നമുക്ക് ഇപ്പോഴല്ല, നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫൈൻ ഉണ്ടാവും. അങ്ങനെ നമ്മൾ കയറി നിന്നപ്പോൾ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു, അസ്തമിക്കാൻ നിൽക്കുന്ന സൂര്യനും. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അടിച്ചു പൊളിച്ച് പോവാണ്. നമ്മൾ ഫ്രൈഡേ മാർക്കറ്റ് എത്തി കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് ബ്രാൻഡഡ് സാധനങ്ങളും ഉണ്ട്. എല്ലാ ബ്രാൻഡഡായിട്ടുള്ള എല്ലാ ഷോപ്പുകളും അവിടെ ഉണ്ട്. അങ്ങനെ നല്ല തിരക്കായിരുന്നു. വെള്ളിയാഴ്ച കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ വലിയൊരു ബിൽഡിങ്ങിനകത്ത് ഇങ്ങനെ സാധനങ്ങൾ നിരത്തി വെച്ചേക്കുകയാണ്. നല്ല തിരക്കുമായിരുന്നു. അപ്പം നമ്മുടെ ഉദ്ദേശം ജാക്കറ്റാണ്. അടുത്ത മാസം നല്ല തണുപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ജാക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. ഇത്രയും പേർക്ക് ജാക്കറ്റ് എടുക്കണം. അങ്ങനെ ഓരോരുത്തർ അവരുടെ സാധനങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പക്ഷെ നോക്കിയെടുക്കണം. അപ്പം ഞങ്ങളെല്ലാവർക്കും ഓരോ ജാക്കറ്റൊക്കെ മേടിച്ചു. പിന്നെ ഇതുപോലെ ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും ഞങ്ങൾ നിന്നില്ല. കാരണം നമുക്ക് തിരിച്ചു പോകണം. നമുക്ക് 10 മണിക്ക് മുന്നേ ഹോസ്റ്റലിൽ കയറണം. പക്ഷേ ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് മാക്സിലൂടെ കയറി. അവിടെയും കൂടെ തുണി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി. അങ്ങനെ അത്യാവശ്യം ഇവിടെ നല്ല റേറ്റായിരുന്നു മാക്സിൽ. നമ്മുടെ സ്ഥലത്ത്, അതായത് നമ്മൾ നിൽക്കുന്നിടത്ത് ഫർവാനയിൽ പക്ഷേ റേറ്റ് കുറവായിരുന്നു. പക്ഷേ ഇവിടെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും വലഞ്ഞു, കാരണം എല്ലാം നോക്കിയെടുത്ത് വരണ്ടേ. നല്ല ഭയങ്കര ചൂടായിരുന്നു അതിനകത്ത്. അങ്ങനെ ഞങ്ങൾ ആഹാരം കഴിക്കാനായിട്ട്, എല്ലാവർക്കും എന്തെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ, എല്ലാവരും ഇതുപോലെ ക്ഷീണിച്ചു. അങ്ങനെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അടിപൊളി ഫുഡായിരുന്നു. അവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു, കണ്ടുകൊണ്ട് ചെന്ന് കഴിക്കാൻ നല്ല ഫുഡായിരുന്നു. നമ്മൾ തിരിച്ച് വന്നപ്പോൾ നമുക്ക് ആ സെയിം ബസ് തന്നെ കിട്ടി കേട്ടോ. അതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു, കാരണം ഡ്രൈവർ നല്ലൊരാളായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. ക്ഷീണിച്ചു, ആകെ വയ്യ. എന്നാൽ ഒത്തിരി സാധനമൊന്നും മേടിച്ചില്ല. ആകെ 7 ജാക്കറ്റ് മാത്രമേ മേടിച്ചുള്ളൂ. പക്ഷെ എല്ലാവരും ക്ഷീണിച്ചു. ഒരു ജാക്കറ്റായിട്ട് കാണിക്കാം. ഒരെണ്ണം ഇതായിരുന്നു, പിന്നെ ഒരെണ്ണം ഇത്. ഒക്കെ അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു കുറേ നേരം. പിന്നെ അവൾ 2 എണ്ണം മേടിച്ചു. ഒന്ന് ഇതും മേടിച്ചു, ഹോസ്പിറ്റലിൽ ഇടാൻ. കാരണം ഹോസ്പിറ്റലിൽ പോകുമ്പോഴും നല്ല തണുപ്പായിരിക്കുമല്ലോ. അപ്പം നമുക്ക് കോട്ട് അതിൻ്റെ പുറത്തും ഇടാം. അങ്ങനെ 2 എണ്ണം അവൾ മേടിച്ചു. പിന്നെ ഒരെണ്ണം ഇതാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ കിട്ടും, നമ്മളത് നോക്കിയെടുക്കണം.
അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ അത്രയും ജാക്കറ്റ് മേടിച്ചു. ഇനിയിപ്പോൾ ഒന്നും കൂടെ പോകണമെന്നുണ്ട് ഞങ്ങൾക്ക് സാധനങ്ങൾ നോക്കാൻ. എല്ലാവർക്കും അവിടെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ചൂടിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഞങ്ങളിങ്ങ് പോകുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ കിട്ടും. നമ്മുടെ ഇതനുസരിച്ച് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും. ഇനി നമുക്കൊരു ജാക്കറ്റ് അപാരത കാണാം. പണ്ടാരം അയ്യോ 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 എല്ലാവർക്കും മറന്നു പോന്നു. ചെയ്തിട്ട് നടന്നിട്ട് 3 തുമ്മലും ചീറ്റിലും പിടിച്ച് സരൂടെ പോണത് ഷേപ്പ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വയറ് നിറച്ച് ആഹാരം കഴിച്ച് ഞങ്ങളങ്ങനെ ഹോസ്റ്റലിലെത്തി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സ്നേഹം എപ്പോഴും ഉണ്ടാവണം. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.